ചേട്ടാ എന്തോടെ എന്തോടുക്കുവാടേ ചേട്ടാ? എന്തുവാടേ വിളിച്ചിരിക്കുന്നത്? ഞാൻ ഈ പത്രം ഒന്ന് വായിച്ചോണ്ടിരുന്നതാ. ഒന്നുമില്ലടാ, ഞാൻ താഴെ വരെ പോയതാ. എന്നിട്ട് കളിച്ചേച്ചിൻ്റെ അടുത്ത് പറഞ്ഞതാ നാളെ നമ്മുടെ വെഡിങ് ആനിവേഴ്സറിയാന്ന്. അപ്പം അവർ ചോദിച്ചു എത്രാമത്തെയാണ്? ഞാൻ പറഞ്ഞു 5. എന്നിട്ട് അവരെന്ത് പറഞ്ഞു? അതെ, കളിച്ചേച്ചി എന്നോട് പറയുന്നേ അവരെപ്പോഴും നമ്മുടെ കാര്യം ഇവിടെ സംസാരിക്കുമെന്ന്. 5 വർഷമായിട്ട് നമ്മൾ തമ്മിൽ വഴക്ക് പോകണമെന്നില്ല, എപ്പോഴും നമ്മൾ രണ്ടുകൂടെ ഒന്നിച്ച് പോകുന്നേ അവർ കാണുന്നതെന്ന് അവരെപ്പോഴും പറയുമെന്ന്. ഇപ്പം ഞാൻ ഒറ്റയ്ക്ക് പോകുന്നില്ലയോ, അത് കാണുമ്പോൾ അവർ പറയുമെന്ന്. ചേട്ടൻ വന്നു കഴിഞ്ഞപ്പോൾ അവർ പറയുമെന്ന്, കൊച്ചിപ്പോഴാ ഒറ്റയ്ക്ക് പോകുന്ന കാണുന്നത്, ഈ കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും വർഷം അത് ഒന്നിച്ചാ പോകുന്ന കാണുന്നത്, കുഞ്ഞ് വന്നു കഴിഞ്ഞപ്പോൾ കുഞ്ഞിനെയും കൊണ്ടുപോകുന്ന കാണാം, ഇപ്പോൾ ഒറ്റയ്ക്ക് പോകുന്ന കാണുമ്പോൾ ഒരു വിഷമമാണെന്ന് അവരെപ്പോഴും നമ്മുടെ കാര്യം പറയുമെന്ന്. അപ്പോൾ അവർ നമ്മളെ ഒന്ന് നോക്കി നമ്മുടെ കാര്യങ്ങളൊക്കെ സംസാരിക്കുമോ? പിന്നെ അവർ നമ്മുടെ കാര്യം സംസാരിക്കാതിരിക്കുമോ? നമ്മൾ വരുന്നതും പോകുന്നതൊക്കെ അവർ കണ്ടോണ്ടിരിക്കുന്നതല്ലയോ? നമ്മൾ വഴക്കൊന്നും ഉണ്ടാകാതെ പോകുന്ന കാണുമ്പോൾ അവരിങ്ങനെ നോക്കി എന്നിട്ട് പറയുന്നത് അവർ വാങ്ങി വന്ന് അവിടെ ഇരിക്കുമ്പോൾ ഇല്ലയോ? അവർ പറഞ്ഞത് ശരിയല്ലേ? 5 വർഷമായിട്ട് നമ്മൾ വഴക്കൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. ആര് പറഞ്ഞു നമ്മൾ തമ്മിൽ വഴക്കുണ്ടാക്കിയിട്ടില്ലെന്ന്? വഴക്കുണ്ടാക്കാതിരിക്കുമോ? എങ്ങനായാലും ഒരു വഴക്കുണ്ടാകും. നമ്മളും ചെറിയ ചെറിയ വഴക്കൊക്കെ ഉണ്ടാക്കിയിട്ടില്ല, ആൾക്കാരൊന്നും പറഞ്ഞില്ലെന്ന് വിചാരിച്ചിട്ട്. എന്തോ വഴക്കം ഉണ്ടായിട്ടുള്ളൂ. ഇണക്കങ്ങളും പിണക്കങ്ങളും പറയാം, ചെറിയ രീതിയിലാണ് എന്തെങ്കിലും സംസാരം ഉണ്ടാകുന്നത് വഴക്കാണോ അത്? അപ്പോൾ ഓരോരുത്തർക്കൊക്കെ ഉണ്ടാകുന്ന വഴക്കുകൾ കണ്ടു കഴിഞ്ഞാലോ ഇടിയും അടിയും കുത്തും എന്തൊക്കെയാണ് ഉണ്ടാകുന്നത്. നമ്മളങ്ങനെ ഉണ്ടായിട്ടില്ല. ആര് പറഞ്ഞു നമ്മൾ വഴക്കുണ്ടായിരുന്നു? നമ്മൾ മെനഞ്ഞാന്ന് വഴക്കുണ്ടായില്ലേടെ? എന്തിനാ വഴക്കുണ്ടായത്? വീഡിയോ എടുക്കാൻ പോയപ്പോൾ നമ്മൾ വഴക്കുണ്ടായില്ലേ? അത് വഴക്കല്ലയോ? അതൊക്കെ ഒരു വഴക്കാ. അതിനും വഴക്കെന്ന് തന്നെയാണ് പറയുന്നത്. അല്ലാതെ വലിയ വഴക്ക് വെട്ടും കുത്തുമെന്ന് നടക്കണമെന്നില്ല, അതും ഒരു ചെറിയ വഴക്കാ. അപ്പം നമ്മളും വഴക്കുണ്ടായിട്ടുണ്ട്. പറഞ്ഞത് വീണ്ടും ഒരു വഴക്കാവുമല്ലോ, വലിയൊരു വഴക്കാവുമല്ലോ. ഇയാൾ കവിത ചേച്ചി പറഞ്ഞു കൂടെ ഇയാൾ എന്തിനാ അങ്ങോട്ട് പോയത്? പറഞ്ഞു പറഞ്ഞില്ലേ വീണ്ടും വഴക്കുണ്ടാവും. ആഹാ, അവർ പറഞ്ഞിട്ടാണ് ഇപ്പോൾ വഴക്കുണ്ടാവുന്നത്. നമ്മൾ വഴക്കുണ്ടാവുമല്ലോ? ഞാൻ വന്ന് കാര്യം പറഞ്ഞില്ലേ, അവരുടെ വീട്ടിൽ പോയെന്ന് പറഞ്ഞിട്ട് എന്തുവാ? കവിത ചേച്ചി അങ്ങനെ ഒന്നും പറയുന്നതല്ല. ഇന്നിപ്പം ഞാൻ വെഡിങ് ആനിവേഴ്സറി ആണെന്നോട്ട് പറഞ്ഞതാ. ഇനിയിപ്പോൾ വഴക്കൊന്നും ഉണ്ടാവുന്നില്ലല്ലോ നമ്മൾ. മാളു പറഞ്ഞിരുന്നു എന്നെ ദേഷ്യം പിടിപ്പിക്കാൻ. നീ ജോലി വല്ലതും നോക്കൂ. പറഞ്ഞു കേട്ടോ. യാക്ക് മാത്രമല്ല എനിക്കും ദേഷ്യമൊക്കെ വരും. എന്തുവായത്? മാളു നീ പിണങ്ങി പോവാണോ? പിണങ്ങല്ലേ?